നേതൃത്വത്തിനെതിരെ വിമർശനം തുടർന്ന് മുതിർന്ന നേതാവ് CPI കെ ഇസ്മായിൽ. നാട്ടിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന് തന്നെ ക്ഷണിക്കാത്തിൽ നല്ല വിഷമമുണ്ട്. സഖാക്കൾ തന്നെ തിരഞ്ഞു വന്ന് പാർട്ടിക്കൊരു ബുദ്ധിമുട്ടാകേണ്ടെന്നും കെ ഇസ്മായിൽ 24-നോട്. ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. CPIയുടെ മുതിർന്ന നേതാവ് കെ ഇസ്മായിൽ നമ്മോടൊപ്പം ചേരുകയാണ്. നാളെ സമ്മേളനമാണ് സഖാവേ, പാലക്കാട് ജില്ലാ സമ്മേളനം. അങ്ങില്ലാത്ത ഒരു ജില്ലാ സമ്മേളനം അങ്ങനെ ഓർമ്മയിലുണ്ടോ? അങ്ങനെ അങ്ങില്ലാത്ത ഒരു ജില്ലാ സമ്മേളനം പണ്ടത്തെ കാലത്ത്? ഇല്ല, ഞാൻ പാർട്ടി പിരിച്ചതിന് ശേഷമാണ് ജില്ലാ സമ്മേളനങ്ങളിൽ ഞാൻ പങ്കെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സമ്മേളനം 64 കഴിഞ്ഞ് 65 സമ്മേളനത്തിലുണ്ട്. പിന്നെ 67 നമ്മുടെ 8ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള കോട്ടയം സമ്മേളനത്തിലൂടെയാണ് ഞങ്ങൾക്കൊരു ഊർജം കിട്ടുന്നത്. കാരണം സ്റ്റേറ്റ് ഒട്ടാകെയുള്ള വാളണ്ടിയേഴ്സ് വന്നിരുന്നു. അത് കണ്ണെത്താത്ത ദൂരം കോട്ടയത്തെ റോഡ് കംപ്ലീറ്റ് അങ്ങ് കവർ ചെയ്തിട്ട് 4-5 കിലോമീറ്റർ കയറി ഞങ്ങളൊക്കെ അമ്പരന്ന് പോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആളില്ലാന്നും തകർന്നു പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ പ്രചാരമുള്ള കാലമായിരുന്നു. ഈ മലബാർ മേഖലയിൽ ഭാരതപ്പുഴയ്ക്കപ്പുറത്ത് വിളച്ചു വയ്ക്കാൻ ആളുണ്ടാവില്ല CPIക്ക് എന്ന് EMS പറഞ്ഞ ഒരു സന്ദർഭത്തിൽ അതൊരു ശാപമായി എടുത്ത് ആളുകളൊക്കെ പരിഭ്രമിച്ച് നിൽക്കുന്നൊരു കാര്യമായിരുന്നു. അന്ന് കണ്ണെത്താത്ത ദൂരം ബ്ലഡ് വളണ്ടിയേഴ്സ്. ഞാനന്ന് ജില്ലാ ക്യാപ്റ്റനാണ് വളണ്ടിയേഴ്സിൻ്റെ. 67 മുതൽ 71 വരെ ഞാൻ ജില്ലാ ക്യാപ്റ്റനാണ്. ഞങ്ങളും ഇവിടെ നിന്ന് ആളുകൾ കൊണ്ടുവരുന്നു. വാശി പിടിച്ച് വളണ്ടിയേഴ്സിനെ തയ്യാറാക്കി ഞങ്ങൾ കൊണ്ടുവരുന്നു. അത് സ്റ്റേറ്റ് നൊട്ടാകെ വന്നിരുന്നു. അന്നൊരു മഹാപ്രളയം പോലുള്ള ഒരു പൊതുസമ്മേളനമായിരുന്നു അത്. ആ സമ്മേളനം അത് അപ്പോൾ 65 മുതൽ ഞാൻ ജില്ലാ സമ്മേളനങ്ങളിൽ ഇതൊന്നും ഇപ്പോൾ ഇത്തവണ പാലക്കാട് ജില്ലാ സമ്മേളനത്തിലില്ല. ഇല്ലാത്തതിൽ നിരാശയൊന്നും എനിക്കില്ല. എന്നാലും എൻ്റെ ജില്ലയിൽ, എൻ്റെ നാട്ടിൽ ജില്ലാ സമ്മേളനങ്ങൾ ഇപ്പോൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നടക്കുമ്പോൾ ഞാനില്ലാതെ പോയില്ലോ എന്നുള്ളൊരു ചെറിയ ദുഃഖം എനിക്ക്. പാർട്ടിയിലിപ്പോൾ രണ്ടാമത് തിരിച്ചെത്തിയിട്ടുണ്ട്. സസ്പെൻഷൻ ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി പറഞ്ഞു പറ്റില്ല എന്ന് അറിയിച്ചെങ്കിലും അവിടെ പക്ഷേ അത് നടന്നില്ല. പാർട്ടി, ഞാൻ ഒരു പാർട്ടിയാണ് എന്ന് ഈ നാട്ടിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാണ് എനിക്കിനിപ്പോൾ മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് ആരെങ്കിലും എന്നെ പരിശോധിക്കാനേ പോകുന്നില്ല. ഞാനൊരു 70 കൊല്ലമായിട്ട് ഈ പാർട്ടിയായിട്ട് നടക്കുകയല്ലേ. പാർട്ടിയിലൂടെയല്ലേ ഞാനിതൊക്കെ ആയത്. പാർട്ടിയല്ലേ ഇന്ന് എന്നെ പാർട്ടിയിൽ നിന്ന് മൈനസ് ചെയ്താൽ പിന്നെ കെ ഇസ്മായിൽ എന്തുണ്ട്? കെ ഇസ്മായിൽ പറയുന്നത് പാർട്ടിയാണ്. ഞാൻ MLA ആയത് പാർട്ടിയിലൂടെയാണ്, മന്ത്രി ആയത് പാർട്ടിയിലൂടെയാണ്, MP ആയത് പാർട്ടിയിലൂടെയാണ്. അതിലേറെ സംസ്ഥാനമൊട്ടാകെ അറിയുന്ന തരത്തിലുള്ള ഒരു സംസ്ഥാന ലീഡർഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു 25 കൊല്ലം അവിടെ ഉണ്ടായിരുന്നു. വിളിക്കേണ്ടതായിരുന്നല്ലോ, വടക്കഞ്ചേരിയിലെ സമ്മേളനത്തിന് വിളിക്കേണ്ടതായിരുന്നല്ലോ മുതിർന്ന നേതാവ് കൂടി. ഈ പാർട്ടി ഇപ്പോൾ സസ്പെൻഷനിലുള്ള സമയത്ത്, പാർട്ടി മെമ്പർഷിപ്പ് തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സമയത്ത് പാർട്ടി സമ്മേളനത്തിന് വിളിക്കാൻ പറ്റില്ല. ഔചാരിക വിളിക്കുകയൊക്കെ ചെയ്യുക, ഒരു ക്ഷണിക്കുകയൊക്കെ ചെയ്യുക, അത് അവരുടെ ഔചിത്യമാണ്. പിന്നെ പൊതുസമ്മേളനത്തിന് എല്ലാവരും വരുന്നവരെ കേൾക്കും വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് ഞാൻ കണ്ടു. അതല്ലേ സന്തോഷം തരാം. അതിലൊന്നും സമ്മേളനത്തിന് എല്ലാവർക്കും വരുന്നവരെ കേൾക്കും വരാം എന്ന് പത്രക്കാരോട് പറഞ്ഞതായിട്ട് ഞാൻ പത്രത്തിലൊരു വാർത്ത കണ്ടു. എന്തായാലും സമ്മേളന പ്രതിനിധികളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട 209 പേര് വരുന്നതാണ് ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ആ വരുന്ന ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ വരുന്ന സഖാക്കളെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. എൻ്റെ നാട്ടിൽ വെച്ച് നടക്കുന്ന ഒരു ജില്ലാ സമ്മേളനത്തിൽ ഞാനില്ലെങ്കിലും ആ സഖാക്കളെ ഒട്ടാകെ ഞാൻ സ്വാഗതം ചെയ്യും. പക്ഷെ അവിടെ ഇല്ല. പക്ഷേ ഷൊർണൂരാണുള്ളത്, ഷൊർണൂരാണുള്ളത്. എന്നാലും ആ സമ്മേളനത്തിൽ വന്ന സഖാക്കളെ മുഴുവൻ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. സമ്മേളനം വിജയകരമായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തിരിച്ചെടുക്കേണ്ടി വന്നു. ഒടുവിൽ സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചെടുക്കേണ്ടി വന്നു. ഞാനതിലൊരു ഗൗരവം നൽകുന്നില്ല. തിരിച്ചെടുക്കുന്നതിലോ തിരിച്ചെടുക്കാത്തതിലോ ഒരു ഗൗരവം നൽകുന്നില്ല. ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ കാലമത്രയുള്ള ചരിത്രത്തിൽ ഒരു കറുത്ത പുള്ളി വാങ്ങാത്ത ഒരാളാണ് ഞാൻ. എത്രയോ ഒരുപാട് മഹത്തായ കാര്യങ്ങൾ എന്നെ പാർട്ടി ഏൽപ്പിച്ചിട്ടുണ്ട്, വിശ്വസത്തോടെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ അപ്രിസിയേഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല. ഇവിടെ എന്തായാലും പ്രതിനിധികൾ അന്വേഷിക്കുന്നുള്ള കാര്യം തർക്കമൊന്നുമില്ലല്ലോ അല്ലേ? അന്വേഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഇവിടെ വന്നത്. അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലുമൊക്കെ വരും, അതൊക്കെ ഒരു അസൗകര്യം ആവേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പാർട്ടിക്കൊരു ബുദ്ധിമുട്ടാവേണ്ടെന്ന് വെച്ചിട്ട്. സഖാക്കൾ എന്നോടുള്ള താല്പര്യം കൊണ്ട് പാർട്ടിയുടെ സഖാക്കൾ എന്നെ സ്നേഹിക്കുന്നവരാണ്. പാർട്ടി നേതൃത്വമല്ലല്ലോ സഖാക്കൾ വരുന്നത്. ആയിരക്കണക്കിനായ സഖാക്കളിലായി തൊട്ടാകുന്നുണ്ട്. അവരെന്നെ സ്നേഹിക്കുന്നവരാണ്. ഈ പ്രതിനിധികളോടെ നാളെ ചർച്ചയൊക്കെ നടക്കുമല്ലോ, കുടുംബരി കൊണ്ട സംഘടനാ ചർച്ചയൊക്കെ എന്തായാലും ഉറപ്പായി നടക്കും. അവരോട് എന്താണ് പറയാനുള്ളത് കേക്ക്? അല്ല, പാർട്ടി സംഘടന കെട്ടുറപ്പുള്ളതാക്കണം, പാർട്ടിയിൽ വിശ്വാസമർപ്പിക്കുകയും പാർട്ടിയെ കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റുകയും ചെയ്യണം. സംഘടനാപരമായ കെട്ടുറപ്പുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായി പാർട്ടിക്കൊരു ഭരണഘടനയുണ്ട്, പാർട്ടിക്കൊരു സംഘടനാ തത്വങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത്, പ്രവർത്തിക്കുന്നത്. ഇത് ഉന്നതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോയിട്ടുള്ളൊരു പാർട്ടിയാണ്.
അതുകൊണ്ടാണ് മറ്റ് പാർട്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പബ്ലിക്സ് തന്നെ പറയുന്നത് കൊണ്ടാണ്. അവർ പറയുന്നത് അച്യുതൻ്റെ പാർട്ടിയാണ്, എമ്മൻ്റെ പാർട്ടിയാണ്, ടി വിയുടെ പാർട്ടിയാണ്, PTയുടെ പാർട്ടിയാണെന്ന് പറയുന്നത് അവരുടെ ജീവിതകാലങ്ങളിൽ അവരുടെ പാർട്ടി പ്രവർത്തന കാലഘട്ടങ്ങളിൽ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളെ നടത്തിയിട്ടുള്ളൂ, അഴിമതി നടത്താത്തവരാണ്, ജനങ്ങളോടൊപ്പം ജീവിക്കുന്നവരാണ്, ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നവരാണ് എന്നൊരു പൊതുവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പാർട്ടിക്ക് ഉതകാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ സ്വാഭാവികമായിട്ട് ചൂണ്ടിക്കാണിക്കും ഈ സമ്മേളനത്തിൽ അങ്ങ് കരുതുന്നുണ്ടോ ഈ ഒരു ഘട്ടത്തിൽ? ഈ സമ്മേളനത്തിൽ പല സ്ഥലത്തും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഇവിടെ കാണിക്കാൻ തോന്നുന്നില്ല. കാരണം അങ്ങനെയുള്ള ആളുകളൊന്നും ഇപ്പോൾ ഈ പാർട്ടിക്കകത്തില്ല, സമ്മേളന പ്രതിനിധികളായിട്ടില്ല, പ്രതിനിധികളായിട്ടില്ല, ഒഴിവാക്കപ്പെട്ടു. ഇപ്പം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പാർട്ടി ആരംഭകാലം മുതൽ കൃഷ്ണപിള്ള ഇത് തുടക്കം കുറിച്ച് പഴയ കാലങ്ങൾ മുതൽ ഞാൻ ഇപ്പോൾ കൃഷ്ണപിള്ള ഒഴിച്ച് ബാക്കിയുള്ള നേതാക്കന്മാരും ഒക്കെ ആയിട്ട് ചേർന്ന് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. MN കാലം മുതൽക്ക് MN EMSും AKGയും അത് തുടങ്ങിയിട്ടുള്ള എല്ലാവരുമായിട്ട് എനിക്ക് അറിയാം, ബന്ധമുണ്ട്. ചിലരുമായിട്ട് വളരെ അടുപ്പമുണ്ട്, ചിലരായിട്ട് നേരിയ അടുപ്പമുണ്ട്. അവരുടെയൊക്കെ കാലങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് മരിച്ചവരാണ് ഈ പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം. രക്തസാക്ഷികളായിട്ടുണ്ട്, ത്യാഗം സഹിച്ചിട്ടുണ്ട്, മർദ്ദനങ്ങളേറ്റിട്ടുണ്ട്, അങ്ങനെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് മരിച്ചവരാണ്. എന്നാൽ ഇപ്പോൾ ഒരു വിഭാഗം പാർട്ടിയെ കൊണ്ട് ജീവിക്കുന്നവരായി മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് സഖാക്കൾ, നേതൃത്വത്തിലെ ചില ആളുകൾ. അതാണ് സംഘടന അത് തിരുത്തപ്പെടണം, സമ്മേളനത്തിൽ അങ്ങനെ തിരുത്തപ്പെടണം. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഭവിക്കുന്നു തോന്നുന്നില്ല. കാരണം അങ്ങനെ ഇവിടെ ചില അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളൊന്നും ഈ പാർട്ടിയിലില്ല. CPI പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ പോയി, പിന്നെ ഇഷ്ടമില്ലാത്ത ആളുകളെ ഓരോ സമയത്തായിട്ട് മാറ്റി ഇപ്പോൾ 2 കൈയും കൂടി കൂട്ടിയടിച്ചാലേ ശബ്ദിക്കുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ശബ്ദം ഉണ്ടാവുക? അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു വലിയ ചർച്ചയൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും പാർട്ടി ശക്തിപ്പെടണം, നന്നാവണം. കേരളത്തിലൊട്ടാകെ നമുക്ക് നിലവിലുള്ള ഒരു സൽപ്പേരുണ്ട്, ആ സൽപ്പേര് സോഷ്യൽ മീഡിയയിൽ സമ്മേളനം കാണും, ഉറപ്പാണ്. കാണുമല്ലോ, തീർച്ചയായിട്ടും തൊഴിലിൽ കാണും. സഹാക്കൾ വിളിച്ച് അതിൻ്റെ വിവരങ്ങളൊക്കെ എനിക്ക് പറയും. ചെറിയൊരു സങ്കടമുണ്ട്, അത് സ്വാഭാവികമല്ലേ. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രായമാകുമ്പോൾ ഞാൻ 75 വയസ്സ് എന്ന് പാർട്ടി തീരുമാനിക്കുമ്പോൾ തന്നെ എനിക്ക് 83 വയസ്സായി. അപ്പോൾ എന്നിട്ട് ഞാൻ 6-7 കൊല്ലം പിന്നെയും നാഷണൽ എക്സിക്യൂട്ടീവായിട്ട് തുടർന്നിട്ടുണ്ട് ഈ പാർട്ടിയിൽ. സമ്മേളനത്തിൽ വിളിക്കാതിരിക്കുന്ന ഒരു ശരിയായിട്ടുള്ള നിലപാടാണെന്ന് തോന്നുന്നില്ല. അത് എന്തായാലും പെടണ്ടല്ലോ, അത് സംഘടനാപരമായിട്ടുള്ള നിലപാടാണ്. അത് പാർട്ടി സസ്പെൻഷനിലിരിക്കുമ്പോൾ വിളിക്കാൻ പാടില്ല. അതാണ് നിലയിൽ അതങ്ങനെ ഞാൻ എടുക്കുന്നുള്ളൂ. പക്ഷെ പാർട്ടിയിൽ ഇതൊക്കെ സർവ്വസാധാരണമല്ലേ, നമ്മളിതൊക്കെ എത്രയോ കണ്ടും അനുഭവിച്ചും പോകുന്നതല്ലേ. ഞാൻ സംഘടനാ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ഒരാളാണ്. ഒരു 10-25 കൊല്ലക്കാലം ഈ സംഘടന, കേരളത്തിലെ സംഘടന എൻ്റെ കയ്യിലായിരുന്നു. അത് കൊണ്ടുവരുന്ന ഒരാളാണ്, എനിക്കറിയാം അതൊക്കെ. പ്രതിനിധി സഹാക്കളോട് അഭിവാദ്യം, സഹാക്കളോട് 100 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. സമ്മേളനം വിജയകരമായി നടത്തട്ടെ, അതിനാവശ്യമായ എല്ലാ നിലവാരത്തിലും സഹാക്കൾ ചർച്ചയിൽ പങ്കെടുക്കട്ടെ. സന്തോഷകരമായിട്ട് ഈ സമ്മേളനം വിജയകരമായി പിരിയട്ടെ. എല്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കട്ടെ, സെക്രട്ടറി തിരഞ്ഞെടുക്കട്ടെ. തീർച്ചയായും അതാണ് ഇസ്മായിലിന് പറയാനുള്ളത്. അദ്ദേഹം വടക്കഞ്ചേരിയിൽ അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലെ സമ്മേളനത്തിനില്ല. പ്രതിനിധി സഹാക്കൾക്ക് അഭിവാദ്യം. രാജീവ് സുദേവനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്.